നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസ് വർഗീസിന്റെ മൃതദേഹം ആദ്യം കണ്ട ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് താൻ കണ്ട കാഴ്ച എന്താണ്, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഭയാനകമായ കാഴ്ചയാണ് നിതിൻ തങ്കച്ചൻ എന്ന വ്യക്തി കണ്ടത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. കണ്ണുകളിൽ നിന്നും ആ രാത്രി താൻ കണ്ട കാഴ്ചയുടെ ഭയാനകത ഒഴിഞ്ഞു മാറിയിട്ടില്ല. റോഡിൽ ആന ഇറങ്ങി എന്ന വിവരം താൻ അറിഞ്ഞു. ഓട്ടോയുമായി ഉരുളൻ തണ്ണിയിലേക്ക് പോയപ്പോഴായിരുന്നു ഈ മൃതദേഹം നിതിൻ കാണുന്നത്. രക്തത്തിൽ കുളിച്ച് മുഖം ഉൾപ്പെടെ തകർന്ന നിലയിൽ, തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത നിലയിലായിരുന്നു മൃതദേഹം. കൂരിരുട്ടിൽ ആദ്യം കണ്ണിൽപ്പെട്ടത് സ്ക്രീൻ ഓണായി വഴിയോരത്ത് വീണ് കിടന്നൊരു മൊബൈൽ ഫോണാണ്. ഓട്ടോ നിർത്തി ഫോൺ കയ്യിലെടുത്തപ്പോൾ അതിൽ മുഴുവൻ രക്തമായിരുന്നു. മൊബൈലിൽ ഒരു ഗെയിം ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് സ്ക്രീൻ ഓഫായി പോകാതിരുന്നത്. മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ചുറ്റും പരതിയപ്പോൾ ആന ചവിട്ടി മാംസപിണ്ഡമായ നിലയിൽ ഒരു മൃതദേഹം. തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടുത്തുള്ള ഫോറസ്റ്റ് പട്രോൾ സ്റ്റേഷനിൽ എത്തിച്ച് ഉദ്യോഗസ്ഥരോട് ഈ വിവരങ്ങളെല്ലാം താൻ പറഞ്ഞു. ഫോണിന്റെ മോഡൽ കണ്ടാണ് നാട്ടുകാർ ഇത്തരം ഫോണുള്ളത് എൽദോസിനാണെന്ന് തിരിച്ചറിഞ്ഞത്. 3 ദിവസമായി നാട്ടിലെ ഏക പെട്രോൾ പമ്പായ കുട്ടമ്പുഴ പമ്പിൽ ഇന്ധനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷകളിൽ ഏറെയും ഓടാത്ത സ്ഥിതിയിലായിരുന്നു ആയിരുന്നത്. ഇതുകൊണ്ടാകാം ഓട്ടോറിക്ഷ കിട്ടാതെ എൽദോസ് വീട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചത് എന്നാണ് നിതിന്റെ നിഗമനം. ഒരുമിച്ച് നടക്കുന്ന 2 കൊമ്പന്മാർ ഉരുളൻ തണ്ണിയിലെ പതിവ് കാഴ്ചയാണെന്ന് ഭീതിയോടെ നാട്ടുകാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം ശാന്തനാണ്. പക്ഷെ രണ്ടാമത്തേത് മുന്നിലെത്തുന്നവരെ ആക്രമിക്കാൻ തുനിഞ്ഞ സംഭവങ്ങൾ നേരത്തെയും പലതവണ ഉണ്ടായിട്ടുണ്ട്. ഈ ആനകൾ 6:30 എൽദോസ് ആക്രമിക്കപ്പെട്ട ഭാഗത്ത് ചുറ്റിത്തിരിയുന്നത് കണ്ട പലരുമുണ്ട്. ഫോറസ്റ്റ് ഓഫീസിൽ ഈ വിവരം നൽകിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പ്രശ്നക്കാരനായ ആന തന്നെയാകാം എൽദോസിനെ ആക്രമിച്ചത് എന്നാണ് നാട്ടുകാരുടെ നിഗമനം. അതേസമയം കാട്ടാന മറിച്ചിട്ട മരം വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ച ആ ഒരു സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് എൽദോസിന്റെ മരണവും കൂടി ഉണ്ടായിരിക്കുന്നത്. കോതമംഗലം ആകെ ഭീതിയിലാണ്. കോതമംഗലം കുട്ടമ്പുഴയ്ക്കടുത്ത് ഉരുളൻ തണ്ണി വലിയ കിണാച്ചേരിയിൽ കോടിയോട്ട് എൽദോസ് വർഗീസാണ് തിങ്കളാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു നേര്യമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന മറിച്ചിട്ട മരം വീണ് വിദ്യാർത്ഥിനിയായ ആൻ മേരി മരിച്ചത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി 8:30 KSRTC ബസ്സിലെത്തി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിന്ന് കേവലം 1 കിലോമീറ്റർ അകലെയായിരുന്നു ആക്രമണം. ഇതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനായിരുന്നു മൃതദേഹം കണ്ടതും നാട്ടുകാരെ വിവരം അറിയിച്ചതും. ശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. എൽദോസിന് അടുത്തുള്ള മരത്തിൽ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഏവരുടെ നിഗമനം. വഴിവിളക്കുകൾ ഇല്ലായിരുന്നു. ഈ പ്രദേശമെല്ലാം സന്ധ്യയായാൽ വലിയ ഇരുട്ടാണ്. ആന വഴിയിൽ പതുങ്ങി നിന്നാൽ പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം. ആനയുടെ സാമീപ്യം അറിയാതെ ചെന്ന എൽദോസിനെ ആന ആക്രമിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ലെന്നും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. സ്ഥലത്തെത്തിയ വനംവകുപ്പ് അധികൃതരെ നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്ത് അധികൃതരടക്കം സ്ഥലത്തുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുതരില്ല എന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചിരുന്നു. പിന്നാലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയും തുടർന്ന് ADMനെ സ്ഥലത്ത് അയക്കുകയും ചെയ്തു. ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്തുള്ള അട്ടിക്കളത്തുള്ള 3 സ്ത്രീകളാണ് അടുത്തിടെ പശുവിനെ അന്വേഷിച്ച് വനത്തിനകത്ത് പോയി ആനപ്പേടിയിൽ കുടുങ്ങിയതും പിന്നീട് രക്ഷപ്പെടുത്തിയതും. ഇവർ താമസിക്കുന്ന അട്ടിക്കളത്തും ആനയുടെ ശല്യം രൂക്ഷമാണ്. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.